ഹലോ, ഞാനും ആദിക്കുട്ടനും കൂടിയും ഇന്ന് നമ്പിയങ്കാവിൽ തൊഴാൻ വന്നതാട്ടാം. ഇതാണ് ഞങ്ങളുടെ നമ്പിയങ്കാവ് വീടിൻ്റെ അടുത്തുള്ള ശിവൻ്റെയും പാർവതിയുടെയും ക്ഷേത്രം. പണ്ട് മുതൽക്കേ ഉള്ള ക്ഷേത്രമാട്ടാ. ഈ ക്ഷേത്രത്തിന് കുറേ ഐതിഹ്യ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ തൊഴാൻ വന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ പണി നടക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് മറ്റേ പ്രതിഷ്ഠ ബാലാലയത്തിലേക്ക് മാറ്റിക്കുക. ഇത് നമ്പിയങ്കാവ് ഊട്ടുപുര കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാരമുക്ക് വിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ തൊഴാൻ വന്നപ്പോഴേ ഇവിടുത്തെ അമ്പലക്കുളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ കാഴ്ചയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേട്ടാ. ഈ ഊട്ടുപുരയുടെ സൈഡിൽ കൂടെയാണ് അമ്പലക്കുളത്തിലേക്ക് പോവുക. നിറഞ്ഞു എന്ന് വെച്ചാണ്ടല്ലോ, പാടവും കുളവും കൂടിയും ഒന്നായി. ആ കാഴ്ചയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കേട്ടോ. ഇവിടെ ഒരു പൈപ്പ് വേണ്ട. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ കെട്ടിക്കഴിയുമ്പോൾ ഈ പൈപ്പിൻ്റെ അവിടെ വന്നിട്ടാട്ടാ കൈ കഴുകുക. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടാ. പക്ഷേ ഈ ചണ്ടിയും പുല്ലും വന്നിട്ടേ ആകെ ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടാ. മറ്റേ കുറേ ചണ്ടിയൊക്കെ വാരിയിട്ടുണ്ട്. ഇത് ഊട്ടുപുരയുടെ ഇപ്പുറത്തെ സൈഡ്. ഇവിടെയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് കൈയ്യഴാൻ വരാം. അപ്പം ഇതാണ് നമ്മുടെ അമ്പലക്കുളം. പാടം കണ്ട ശരിക്കൊരു പുഴ പോലെ തോന്നണില്ലേ? കണ്ട പാടവും കുളവും കൂടി ഒന്നായി. കണ്ടാൽ തിരിച്ചറിയില്ല, അതുപോലെ ആയിരിക്കണം. നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നടന്ന് നോക്കാം. ഇത് അമ്പലത്തിൻ്റെ ആലാണ്. ഇന്നാള് കാറ്റിൽ ഇതിൻ്റെ വലിയൊരു കമ്പ് ഒടിഞ്ഞ് വീണു കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു കൃഷ്ണനൊക്കെ ഇരിക്കണ്ടല്ലോ. ആഹാ, കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ. ഒരു കൃഷ്ണനല്ലേ, കൃഷ്ണന്മാർ തന്നെയുണ്ട്. ചെറിയൊരു ശിവലിംഗം കൃഷ്ണനൊക്കെ ആയിട്ട് ആലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലക്കുളം. കണ്ട 1, 2, 3 വാതിലുണ്ട് കുളത്തിലേക്ക് ഇറങ്ങാൻ. നല്ല വഴുക്കലുണ്ടായിരിക്കും കേട്ടോ. കണ്ട ഇതൊരുപാട് കല്യാണങ്ങളുടെ ഷൂട്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ 17 വർഷം മുമ്പ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെയും നമ്മൾ മറ്റേ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ലവ് സീൻ ഷൂട്ട് ഉണ്ടല്ലോ, ആ ഷൂട്ട് ഇവിടെയാണ് നടന്നിരിക്കുന്നത്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുള്ള എല്ലാവരുടെയും കല്യാണത്തിൻ്റെ ഷൂട്ട് ഇവിടെ തന്നെയായിരിക്കും. അതുപോലെ ഫേമസ് ആണ് ഇവിടുത്തെ ഈ അമ്പലക്കുളം. കണ്ട ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടാ. എനിക്ക് തോന്നുന്നു ഈ കാറ്റ് വരുമ്പോഴാണ് ചണ്ടി കൂടുതൽ ഇങ്ങോട്ട് അടുക്കണേന്ന് തോന്നുന്നു. ഈ കടവ് നല്ലോണം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ചണ്ടിയും വാരിയിട്ടിട്ടുണ്ട് കേട്ടോ നല്ലോണം. ഇന്ന് കാലത്ത് ഞാൻ ആരുടെയോ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടായിരുന്നു ഇവിടെ കുളിക്കണത്. അപ്പം എനിക്ക് തോന്നി ഇതിപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി കാണുന്നു. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഈ ചണ്ടി മൂടി കിടക്കണ കാരണം അല്ലെങ്കിൽ ശരിക്കും പുഴ പോലെ തോന്നിക്കും. നല്ല നാടൻ തനിമ വിളിച്ചോതണ ഈ പാടത്തായി അമ്പലത്തിൽ ആറാട്ട് നടക്കാട്ടാ. അന്നൊക്കെ ശരിക്കും ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതുപോലെയാവും. ഇപ്പോൾ ഫുള്ള് വെള്ളം കയറിയിട്ടാ. അതിൻ്റെ പൊക്കത്തൊക്കെ ആൾക്കാർ പശുവിനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പാടത്തിൻ്റെ നടുവിൽ കൂടെ ഒരു തോടുണ്ട് കേട്ടോ, വലിയ തോടാ. ആ തോടിൻ്റെ പൊക്കത്ത് കൂടെ ആൾക്കാരൊക്കെ കൃഷി ചെയ്ത് ഒക്കെ അങ്ങനെ നടക്കണതാ. ആ മോട്ടോർ ഷെഡൊക്കെ നോക്കി ഒട്ടുമുക്കാലും മുങ്ങിപ്പോയി. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ നമ്പിയങ്കാവ് ക്ഷേത്രക്കുളം, അതിൻ്റെ പാടവും? അടിപൊളിയല്ലേ? എന്നാൽ ഞാനും പോയി ഒന്ന് കാല് നനയ്ക്കട്ടെ. മതി. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പിയങ്കാവ് അമ്പലക്കുളം, അതിന് തൊട്ടുള്ള പാടവും. കണ്ട നല്ല എന്താ പറയുക, നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായ പാടം. പക്ഷെ ഫുള്ള് ചണ്ടി മൂടി കിടക്കുകയാണ്. എന്ത് രസമല്ലേ ശരിക്കും. മഴക്കാലം ഒരു ദുരിതമാണെങ്കിലും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ മഴക്കാലം തന്നെയാവണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഞങ്ങളുടെ നമ്പിയങ്കാവ് പരിസരം? അപ്പോൾ ശരി കേട്ടോ.